ഹലോ എവരി വൺ, വെൽക്കം ടു നീറ്റ്. ഇതുവരെ നമ്മുടെ ചാനലിൽ +1 സിലബസിലെ ചാപ്റ്റേഴ്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ +2 സ്റ്റുഡൻസിന് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് +2ലെ ഫസ്റ്റ് ചാപ്റ്ററായ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. ഇത് ഒരു 2-3 പാർട്സ് ആയിട്ടേ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യം തന്നെ സിലബസിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഫ്ലവർ സ്ട്രക്ചർ, ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ്സ്, പോളിനേഷൻ, ടൈപ്സ്, ഏജൻസീസ് ആൻഡ് എക്സാമ്പിൾസ്, ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്, pollen pistil interaction, double fertilization, post fertilization events, development of endosperm and embryo, development of seed and formation of fruit, special modes, apomixis, parthenocarpy, polyembryony, significance of seed and fruit formation. ആദ്യം തന്നെ എന്താണ് ഫ്ലവർ? നമുക്കറിയാം, R.H. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റ്സിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. 5 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അപ്പോൾ ആൻജിയോസ്പേംസിനെയാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. അതായത് പൂക്കൾ ഉണ്ടാകുന്ന സസ്യങ്ങളെയാണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പൂക്കൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പൂക്കൾ ശരിക്കും ഈ പ്ലാന്റ്സിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനുള്ള സൈറ്റ്സ് ആണ്. അതായത് ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് ഫ്ലവർ. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഫ്ലവേഴ്സ്. ഇനി ഈ ഫ്ലവറിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ഇത് +1ൽ നമ്മൾ ഫ്ലവറിൻ്റെ പാർട്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ആ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മളൊരു ഫ്ലവറിനെ ആദ്യം കാണുമ്പോൾ അതിൻ്റെ ഇതളുകളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഇതളുകളെ നമ്മൾ പെറ്റൽ എന്നാണ് പറയുക. ഇനി ഫ്ലവറിൻ്റെ താഴെ ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതാണ് സെപ്പൽ. പെറ്റലും സെപ്പലും. ഇനി അതുകൂടാതെ ഇവിടെ കുറച്ച് പാർട്സ് ലേബിൾ ചെയ്തിട്ടുണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ആന്തർ, ഫിലമെൻറ്റ്, ഓവറി, ഓവ്യൂൾ. ഇതൊക്കെ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ് ഫ്ലവറിൻ്റെ. അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതൊക്കെയാണ്? ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ പേരാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻ എന്ന് വിളിക്കുന്നു. അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റിൽ, അതുമല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കുന്നു. പിസ്റ്റിൽ ഓർ കാർപ്പൽ ഓർ ഗൈനീഷ്യം എന്ന് വിളിക്കാം. അപ്പോൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ആന്തർ ആൻഡ് ഫിലമെൻറ്റ്, ഇങ്ങനെ 2 സ്ട്രക്ചർ ചേരുമ്പോഴാണ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻ ഉണ്ടാകുന്നത്. അതുപോലെ ഗൈനീഷ്യം ഉണ്ടാകുന്നത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഈ പാർട്സ് ചേരുമ്പോഴാണ് ഗൈനീഷ്യം ഉണ്ടാകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആൻഡ്രീഷ്യത്തെ പറ്റിയാണ് പഠിക്കുന്നത്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ആൻഡ്രീഷ്യത്തിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റേമൻ. സ്റ്റേമന് 2 പാർട്സ് ഉണ്ട്, ഒന്ന് ആന്തർ, അടുത്തത് ഫിലമെൻറ്റ്. ഈ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാണാം. കുറച്ച് നീളത്തിലുള്ള നീണ്ട തിന്നായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക്. അതിനെയാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഫിലമെൻറ്റിൻ്റെ എൻഡിൽ ഒരു ബൈലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഈ പിക്ചറിൽ അത് ക്ലിയർ ആണ്. ആന്തറിൻ്റെ പിക്ചർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ബൈലോബ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിന് 2 ലോബുണ്ട്. അങ്ങനെ ഫിലമെൻറ്റിൻ്റെ ടെർമിനലിലായിട്ട്, അതായത് ഫിലമെൻറ്റിൻ്റെ എൻഡിലായിട്ട് ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അതാണ് ആന്തർ എന്ന് പറയുന്നത്. ഇനി ഈ ഫിലമെൻറ്റിൻ്റെ ഒരു എൻഡിൽ ആന്തറാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മറ്റേ എൻഡ് എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അതായത് ഈ ലാസ്റ്റ് പാർട്ട്, ഇത് എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അത് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ്. പെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവറിൻ്റെ ഇതളുകൾ. ആ പെറ്റലിലോ അല്ലെങ്കിൽ തലാമസിലോ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഫിലമെൻറ്റിൻ്റെ ഒരെൻഡിൽ ആന്തറും മറ്റേ എൻഡ് എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്?
തലാമസ് ഓർ പെറ്റൽ ഓഫ് ഫ്ലവറുമായിട്ട്. ഇനി നമുക്ക് ഒരു ആൻജിയോസ്പേമിൻ്റെ ആന്തർ എടുത്താൽ അത് ബൈലോബ്ഡാന്ന് പറയാം. അതായത് അതിന് രണ്ട് ലോബ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു ആൻജിയോസ്പേം ആന്തർ ബൈലോബ്ഡാന്ന് പറയാം. ഇനി ഈച്ച് ലോബിലും രണ്ട് തീക്ക വീതം ഉണ്ട്. അതായത് ഇതൊരു ലോബ്, ഇത് മറ്റൊരു ലോബ്. ഓരോ ലോബിലും രണ്ട് തീക്ക വീതം ഉണ്ട്. ഇതൊരു തീക്ക, ഇത് രണ്ടാമത്തെ തീക്ക, അങ്ങനെ രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡൈത്തീക്കസ് എന്ന് പറയാം. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്, അപ്പം രണ്ട് തീക്കയുള്ളതുകൊണ്ട് ഡൈത്തീക്കസ്. അതായത് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ ബൈലോബ്ഡും ആണ്, ഡൈത്തീക്കസും ആണ്. ഇനി ഈ തീക്കയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് ഉണ്ട്. തീക്കയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവും കാണാൻ പറ്റും. അപ്പോൾ ആന്തറിനെ പറ്റി എന്താണ് പറഞ്ഞത്? ആന്തർ ബൈലോബ്ഡ് ആണ്. ഇനി അതുപോലെ ഓരോ ലോബിലും രണ്ട് തീക്ക വീതം ഉണ്ട്. അതുകൊണ്ട് ഡൈത്തീക്കസ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം. സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ ആന്തർ എന്താണ്? ഒരു ടെട്രഗോണൽ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ 4 സൈഡഡ് സ്ട്രക്ചറാണ്. അതായത് ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന് 4 സൈഡുള്ള, അതായത് ടെട്രഗണൽ സ്ട്രക്ചറാണ്. ഇതിലിനി എന്തുണ്ട്? 4 മൈക്രോസ്പൊറാഞ്ചി ഉണ്ട്. അതായത് രണ്ട് ലോബുണ്ട്. ഇതൊരു ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്. ഈ രണ്ട് ലോബിലും എന്തുണ്ട്? 2 മൈക്രോസ്പൊറാഞ്ചിയ വീതം ഉണ്ട്. 2 മൈക്രോസ്പൊറാഞ്ചിയ വീതം ഓരോ ലോബിലും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 4 മൈക്രോസ്പൊറാഞ്ചി ഉണ്ട്. ഈ മൈക്രോസ്പൊറാഞ്ചി എന്താ ചെയ്യുന്നത്? അത് ഡെവലപ്പ് ചെയ്തിട്ട് പോളൻ സാക്സ് ആയിട്ട് മാറും. പോളൻ എന്താണെന്നറിയോ? പോളൻ ഗ്രെയിൻ ആണ് നമ്മൾ പൂമ്പൊടി എന്ന് പറയുന്നത്. പൂമ്പൊടിയാണ് പോളൻ ഗ്രെയിൻ. ഇതുണ്ടാവുന്ന സാക്സ്, അല്ലെങ്കിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാക്സ് ആണ് പോളൻ സാക്സ്. മൈക്രോസ്പൊറാഞ്ചി ഡെവലപ്പ് ചെയ്തിട്ടാണ് പോളൻ സാക്സ് ആയിട്ട് മാറുന്നത്. ഇനി എന്താണുള്ളത്? മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഔട്ട്ലൈന് ഏകദേശം ഒരു സർക്കുലർ ഔട്ട്ലൈനാണ്. ഏകദേശം ഒരു സർക്കുലർ ഔട്ട്ലൈനാണ് മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളത്. അപ്പോൾ ഇവിടെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു ബൈലോബ്ഡ് ആന്തർ ആണെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കുകയാണ്. അപ്പോൾ കാണുന്നതിനാണ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആന്തറിനെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താൽ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്വേഴ്സ് സെക്ഷനിൽ നോക്കുമ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിന് ഏകദേശം ഒരു സർക്കുലർ ഔട്ട്ലൈനാണ് ഉള്ളത്. ഇനി ഇതിന് കുറച്ച് വോൾസ് ഉണ്ട്. മൈക്രോസ്പൊറാഞ്ചിയത്തിന് വോൾസ് ഉണ്ട്. അത് എത്ര വോൾസ് ആണുള്ളത്? 4 ലെയർ ഉണ്ട്. ഈ വോളിന് 4 ലെയർ ഉണ്ട്. ഫസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. പിന്നെ രണ്ടാമത്തെ ലെയറാണ് എൻഡോത്തീസിയം. മൂന്നാമത്തെ ലെയറാണ് മിഡിൽ ലെയേഴ്സ്. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം ആൻഡ് മിഡിൽ ലെയേഴ്സ്. നാലാമത്തെ ലെയറാണ് ടപ്പീറ്റം. 4 ലെയേഴ്സ് ഉണ്ട് മൈക്രോസ്പൊറാഞ്ചിയത്തിന്: എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. ഇനി ഫസ്റ്റ് 3 ലെയേഴ്സിൻ്റെ ഫങ്ഷൻ ഒന്നാണ്. അതായത് മൈക്രോസ്പൊറാഞ്ചിയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആന്തർ പൊട്ടിത്തെറിച്ചിട്ടാണ് പോളനെ റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ആ പൊട്ടിത്തെറിച്ച പോളനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ 3 ലെയേഴ്സിൻ്റെ ഫങ്ഷൻ. അതായത് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്. ഈ 3 ലെയേഴ്സിൻ്റെ ഫങ്ഷൻ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഇത് പൊട്ടിത്തെറിക്കണം, എന്നിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുകയുമാണ് ഈ 3 ലെയേഴ്സ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ലെയറാണ് ടപ്പീറ്റം എന്താണ് ചെയ്യുന്നത്? ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന പോളൻ ഗ്രെയിൻസിനുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നത് ടപ്പീറ്റമാണ് പോളൻ ഗ്രെയിൻസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്, ന്യൂട്രീഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ടപ്പീറ്റത്തിൻ്റെ സെൽസിൻ്റെ പ്രത്യേകത എന്താ? ടപ്പീറ്റത്തിനും വളരെ ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയസ് അല്ല ടപ്പീറ്റത്തിലുള്ളത്. സാധാരണ നമുക്ക് ഒരു സെല്ലിന് ഒരു ന്യൂക്ലിയസ് ആണ് ഉള്ളത്. എന്നാൽ ടപ്പീറ്റത്തിൽ ഒരു സെല്ലിന് തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ നല്ല ഇടുങ്ങിയിരിക്കുന്ന തിക്കായിട്ടുള്ള
സൈറ്റോപ്ലാസം, ഡെൻസ് സൈറ്റോപ്ലാസം ആണ് ഉള്ളത്. ഇനി ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും നടുക്ക് ഈ പോളൻ ഗ്രെയിൻ ആന്തർ യങ് ആയിട്ടിരിക്കുള്ളൂ. അതായത് ഒരു ഫ്ലവർ ഉണ്ടായി ആന്തറൊക്കെ മെച്ചുർ ആയിട്ടില്ല, യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്കായിട്ട്, അതായത് സെൻറ്ററിലായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം. അപ്പോൾ എന്താ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ ആന്തർ യങ് ആയിട്ടിരിക്കുമ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്കായിട്ട് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിനെയാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ. ഈ പിക്ചർ കുറച്ചും കൂടെ എൻലാർജ്ഡ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം. മൈക്രോസ്പോറോജെനസിസ്. എന്താണ് മൈക്രോസ്പോറോജെനസിസ്? പേരിൽ തന്നെയുണ്ട്. മൈക്രോസ്പോർ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് എന്നാണ്. പോളൻ ഗ്രെയിൻസിൻ്റെ മറ്റൊരു പേരാണ് മൈക്രോസ്പോർ. ജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ. അപ്പോൾ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ്. എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നടുക്കായിട്ട് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. ആന്തർ യങ് ആയിട്ടിരിക്കുമ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്കായിട്ട് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞ് ഒരു ടിഷ്യൂ ഉണ്ട്. ഈ ടിഷ്യൂ മിയോസിസ് നടത്തും. മിയോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിഡക്ഷൻ ഡിവിഷനാണ്. റിഡക്ഷൻ ഡിവിഷനാണ് മിയോസിസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡിപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന സെൽസ് ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂവിൽ മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവും. മൈക്രോസ്പോർ ടെട്രാഡ്. ടെട്രാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 4 എന്നാണ് ടെട്രാഡ് എന്ന് വെച്ചാൽ അർത്ഥം. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. ഈ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലിനും ഓരോ മൈക്രോസ്പോർ ടെട്രാഡിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. Each cell of sporogenous tissue is capable of giving rise to a microspore tetrad. അതായത് സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലിനും 4 മൈക്രോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് ഒരു മൈക്രോസ്പോർ ടെട്രാഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇനി ഈ ഓരോ മൈക്രോസ്പോർസും ഒരു പൊട്ടൻഷ്യൽ പോളനാണ്, അല്ലെങ്കിൽ ഒരു മൈക്രോസ്പോർ മദർ സെല്ലാണെന്ന് പറയാൻ പറ്റും. ഓരോ ഈ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ്, 4 മൈക്രോസ്പോർ. ഈ ഓരോ മൈക്രോസ്പോർ ടെട്രാഡിലുള്ള ഓരോ മൈക്രോസ്പോറും ഒരു പൊട്ടൻഷ്യൽ പോളനാണ്, അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലാണെന്ന് പറയാം. ഇനി ഡെഫിനിഷനാണ്, മൈക്രോസ്പോറോജെനസിസിൻ്റെ ഡെഫിനിഷനാണ്. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ പോളൻ മദർ സെൽ ത്രൂ മിയോസിസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. അതായത് ഒരു മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന്, അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസിലൂടെ മൈക്രോസ്പോർ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മിയോസിസിലൂടെ മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സംഭവിക്കുക? അങ്ങനെ മൈക്രോസ്പോറോജെനസിസിലൂടെ ഓരോ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും ഓരോ 4 മൈക്രോസ്പോറിനെ ഉണ്ടാക്കും, അതായത് മൈക്രോസ്പോർ ടെട്രാഡിനെ ഉണ്ടാക്കും. ഇനി ഈ ആന്തർ മെച്ചുറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മെച്ചുറായ ഒരു ആന്തറിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതായത് അതിലെ വാട്ടർ കണ്ടൻറ്റ് വളരെ കുറയും. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതിനെയാണ്. വാട്ടർ കണ്ടൻറ്റ് വളരെ കുറയും. എന്നിട്ട് എന്ത് പറ്റും? ഈ മൈക്രോസ്പോർസ് ഇപ്പോൾ ടെട്രാഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഓരോന്നായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് മാറും. മൈക്രോസ്പോർസ് ഡിസോസിയേറ്റ് ചെയ്യും. അതായത് 4 എണ്ണം ഒരുമിച്ചിരിക്കുന്നത് മാറി ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് അപ്പോഴതിനെ നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇനി ഈ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യണം. പൂമ്പൊടി ഉണ്ടായാൽ പോരാ, അതിനെ റിലീസ് ചെയ്യണം. റിലീസ് ആവുന്നത് എങ്ങനെയാണ്? ഡെഹിസൻസ് ഓഫ് ആന്തർ. ആന്തറിൻ്റെ ഡെഹിസൻസിലൂടെയാണ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് റിലീസ് ചെയ്യുന്നത്.
ഡെഹിസെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആന്തറിൽ ഡീഹൈഡ്രേഷൻ നടക്കും, അതായത് അതിലെ വാട്ടർ കണ്ടന്റ് എല്ലാം കുറഞ്ഞ് അതിങ്ങനെ ഉണങ്ങി വരും, എന്നിട്ടത് പൊട്ടിത്തെറിക്കും. അതിനെയാണ് ഡെഹിസെൻസ് ഓഫ് ആന്തർ എന്ന് പറയുന്നത്. ആ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് റിലീസ് ആവും. അതാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഒരു ആന്തർ യങ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു അത് ബൈലോബ്ഡ് ആണ്. രണ്ട് ലോബുണ്ട്, ഒന്ന് രണ്ട് ലോബുണ്ട്. അതുപോലെ തന്നെ ഓരോ ലോബിലും എന്തുണ്ട്? രണ്ട് തീക്ക വീതം ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു ആന്തറിനകത്ത് 4 മൈക്രോസ്പൊറാഞ്ചി ഉണ്ടായിരിക്കും. 4 മൈക്രോസ്പൊറാഞ്ചി ഉണ്ട്. ഇനി മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ നടുക്കായിട്ട് കാണപ്പെടുന്ന കുറച്ച് ടിഷ്യൂസിനെയാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ. ഈ സ്പോറോജീനസ് ടിഷ്യൂ എന്ത് ചെയ്യും? മിയോസിസ് നടത്തും. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ. അതായത് ഡിപ്ലോയിഡ് ആയിരുന്നത് ഇനി എന്തായി മാറും? മിയോസിസ് കഴിയുമ്പോൾ ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അങ്ങനെ ഈ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെൽസ് ഉണ്ട്. അങ്ങനെ സ്പോറോജീനസ് ടിഷ്യൂയിലുള്ള ഓരോ സെല്ലിനും എന്തായി മാറാൻ പറ്റും? ഒരു 4 മൈക്രോസ്പോർ ആയിട്ട് മാറാൻ പറ്റും. അതായത് മൈക്രോസ്പോർ ടെട്രാഡ്. ഇതിനകത്തുള്ള ഓരോ സെൽസും 4 മൈക്രോസ്പോർസ് ആയിട്ട് മാറും. ഇനി അതിനുശേഷം എന്ത് പറ്റും? ഈ മൈക്രോസ്പോർ ടെട്രാഡ് അവിടെ ഇരുന്നിട്ട് മെച്ചുറാവും. മെച്ചുറായിട്ട് അതിനുശേഷം എന്താണ്? ഇവർ ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്ത് 4 ഒരുമിച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ അതിനെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ആവുന്നത് ആന്തറിൻ്റെ ഡെഹിസെൻസിലൂടെയാണ്. അതായത് ആന്തറിന് മെച്ചുർ ആവുന്നതിനനുസരിച്ച് അതിലെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞു വരും, ഡീഹൈഡ്രേഷൻ സംഭവിക്കും. എന്നിട്ട് ലാസ്റ്റ് പോളൻ ഗ്രെയിൻസ് ഒക്കെ ഡെവലപ്പായി മെച്ചുർ ആയതിന് ശേഷം ആന്തർ പൊട്ടിത്തെറിക്കും. അങ്ങനെ പോളൻ ഗ്രെയിൻസ് റിലീസ് ആവും. അപ്പോൾ മൈക്രോസ്പോറോജെനസിസ് എന്താണെന്ന് വെച്ചാൽ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസിലൂടെ മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ പോളൻ മദർ സെൽ ത്രൂ മിയോസിസ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. ഇനി മൈക്രോസ്പോറോജെനസിസ് വഴി ഉണ്ടായ മൈക്രോസ്പോറാണ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ. പോളൻ ഗ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? അതാണ് മെയിൽ ഗാമെറ്റോഫൈറ്റ്. മെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻ ആണ്. അതായത് ഹ്യൂമൻസിൽ നമ്മൾ എഗ്ഗ് സ്പേം എന്നൊക്കെ പറയില്ലേ? അപ്പം ഹ്യൂമൻ ബീങ്സിൽ മെയിലിൻ്റെ സെക്സ് ഗമേറ്റ് ആണ്, അല്ലെങ്കിൽ ഗമേറ്റോഫൈറ്റിനെയാണ് നമ്മൾ സ്പേം എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലവേഴ്സിലെ ആൻജിയോസ്പേംസിൻ്റെ ഫ്ലവേഴ്സിലെ മെയിൽ ഗമേറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. ഇനി പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഏകദേശം 25 to 50 മൈക്രോമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അതുപോലെ ജനറലി സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, വട്ടത്തിലായിരിക്കും. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇതിന് 2 ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ വോളിന്, പോളൻ ഗ്രെയിനിൻ്റെ ചുറ്റുമുള്ള വോളിന് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയറാണ് എക്സൈൻ, പുറമേയുള്ള ലെയറാണ് എക്സൈൻ. ഇത് വളരെ ഹാർഡാണ്. കാരണം എന്താണ്? ഇത് സ്പോറോ പോളൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയറായ എക്സൈൻ സ്പോറോ പോളൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കട്ടി കൂടിയ ഓർഗാനിക് മെറ്റീരിയലാണ് ഈ സ്പോറോ പോളൻ. അതുകൊണ്ട് തന്നെ ഈ എക്സൈൻ എന്ന് പറയുന്ന ലെയർ വളരെ ഹാർഡാണ്. ഇതെന്തിനാണ് ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു ലെയർ പോളൻ ഗ്രെയിന് കൊടുത്തിട്ടുള്ളത്? കാരണം നമുക്കറിയില്ല നമ്മുടെ നേച്ചറിൽ എന്താണ്, ചിലപ്പോൾ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡ്സോ ആൽക്കലിയോ ആയിട്ടൊക്കെ ഈ പോളൻ ഗ്രെയിൻ കോണ്ടാക്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ പോളൻ ഗ്രെയിൻ നശിച്ചു പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇതിന് ഇത്രയും ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ടുള്ള കവറിങ് കൊടുത്തിരിക്കുന്നത്. ഈ സ്പോറോപോളനിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പോളൻ ഗ്രെയിനിന് ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലി ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ കോണ്ടാക്റ്റ് വന്നാലും പോളൻ ഗ്രെയിൻ നശിച്ചു പോവില്ല. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എൻസൈംസിനും സ്പോറോപോളനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ മനുഷ്യന് അറിയാവുന്ന ഒരു എൻസൈംസിനും സ്പോറോപോളൻ എന്ന് പറയുന്ന മെറ്റീരിയലിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റിയില്ല.
പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് പോളൻ ഗ്രെയിനിൻ്റെ മുകളിലുള്ള പ്രൊട്ടക്ഷൻ. പോളൻ ഗ്രെയിൻ പെട്ടെന്നൊന്നും അതുകൊണ്ട് നശിക്കില്ല. ഇനി ഈ എക്സൈൻ എന്ന് പറയുന്ന ഈ പുറമേയുള്ള ആ കവറിങ്, ഇത് സ്പോറോപോളൻ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഒരു ചെറിയൊരു പോർഷനിൽ സ്പോറോപോളനിൻ ഇല്ല. എക്സൈൻ്റെ ഒരു ചെറിയ പോർഷനിൽ സ്പോറോപോളനിൻ ആബ്സെൻ്റ് ആണ്. ഈ ഒരു പോർഷനെയാണ് ജേം പോർ എന്ന് വിളിക്കുന്നത്. ജേം പോർ എന്ന് വിളിക്കുന്നത് എവിടെയാണ്? എക്സൈൻ്റെ ഒരു ചെറിയ പാർട്ടിൽ സ്പോറോപോളനിൻ ഇല്ല. ആ പോർഷനെയാണ് ജേം പോർ എന്ന് വിളിക്കുന്നത്. പോളൻ ഗ്രെയിനിൻ്റെ ജേം പോർ എന്ന് വിളിക്കുന്നത് ആ പോർഷനെയാണ്. എന്തിനാണ് ജേം പോർ, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ പിന്നീട് പഠിക്കും. ഇനി ഇത്രയും നല്ല കട്ടിയുള്ള ബോൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പോളൻ ഗ്രെയിൻസിനെ കാലങ്ങളോളം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. ഫോസിൽസ് ആയിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇനി പോളൻ ഗ്രെയിനിന് 2 ബോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഔട്ടർ ബോളായിരുന്നു എക്സൈൻ, ഇന്നർ ബോളാണ് ഇൻറ്റൈൻ. ഇന്നർ ബോൾ ഇൻറ്റൈൻ ആണ്. ഇത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒരു തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഒരു ലെയറാണ്. അതുപോലെ കണ്ടിന്യൂസ് ലെയറാണ്. നമ്മൾ പറഞ്ഞു ഇത് ഇപ്പോൾ സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടുണ്ടാക്കിയ ഇന്നർ ലെയറാണ്. ഇനി ഔട്ടർ ലെയർ എന്താ? സ്പോറോപോളിൻ. അത് കണ്ടിന്യൂസ് ലെയർ അല്ല, ഇടയ്ക്കൊരു പോർഷനിൽ ജേം പോറാണ്. സ്പോറോപോളിൻ ആബ്സെൻ്റ് ആണ്. അതിനെയാണ് ജേം പോർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്നർ ലെയർ എന്താണ്? കണ്ടിന്യൂസ് ആണ്, അതുപോലെ തിന്നുമാണ്. ഇനി പോളൻ ഗ്രെയിനിൻ്റെ സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ബാക്കിയുള്ള സെൽസിനെ പോലെ തന്നെ സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇനി എന്താണ്? പോളൻ ഗ്രെയിനിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്ത് എന്താണുള്ളത്? ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ഒരു ജനറേറ്റീവ് സെല്ലും ഉണ്ട്. 2 സെൽസ് ഉണ്ട് സൈറ്റോപ്ലാസത്തിൽ. അതായത് വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ജനറേറ്റീവ് സെല്ലും ഉണ്ട്. ഇനി വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ സെല്ലാണ്. അതായത് ഇതൊരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ ഇങ്ങനെ 2 സെല്ലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ഇതൊരു ജനറേറ്റീവ്. വലുതാണ് വെജിറ്റേറ്റീവ് സെല്ല്. ഈ വെജിറ്റേറ്റീവ് സെല്ല് വലുതുമാണ്. അതിനകത്താണ് ഫുഡ് റിസർവ് ഉള്ളത്. ഫുഡ് റിസർവ്, അതായത് ഈ പോളൻ ഗ്രെയിൻ മെച്ചുറായിട്ട് പോളൻ ഗ്രെയിൻ ആവശ്യമുള്ള ഫുഡ് റിസർവ് ഉള്ളത് വെജിറ്റേറ്റീവ് സെല്ലിലാണ്. ഈ സെല്ലിന് ഒരു ഇറഗുലർ ന്യൂക്ലിയസ് ആണ് ഉള്ളത്. ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. ഒരു സർക്കുലർ ഷേപ്പോ അങ്ങനെയൊന്നും ഒരു പ്രത്യേക ഷേപ്പ് അല്ല, വളരെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ന്യൂക്ലിയസ് ആണ് വെജിറ്റേറ്റീവ് സെല്ലിനുള്ളത്. ഇനി ജനറേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്. അതെന്താണ്? ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്താണ് കിടക്കുക. അതായത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ. കാരണം ജനറേറ്റീവ് സെല്ല് ചെറുതാണ്, വെജിറ്റേറ്റീവ് സെല്ലാണ് വലുത്. അതുകൊണ്ട് തന്നെ ജനറേറ്റീവ് സെല്ല് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുകയാണ്. ഇനി ഈ ജനറേറ്റീവ് സെല്ലിന് എന്താണ്? അത് ഒരു ഡെൻസ് സൈറ്റോപ്ലാസവും ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം, നല്ല തിക്കായിട്ടുള്ള സൈറ്റോപ്ലാസവും ഉണ്ട്, ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഇനി നമ്മുടെ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൽ 60% ആൻജിയോസ്പേംസിലും പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ 2 സെല്ലായിട്ടിരിക്കുന്ന സ്റ്റേജിലാണ് പൊട്ടിത്തെറിച്ച് റിലീസാവുന്നത്. പോളൻ ഗ്രെയിൻസ് റിലീസ് ആവുന്നത് ഈ 2 സെല്ലായിട്ടിരിക്കുന്ന സ്റ്റേജിലാണ് 60% ഫ്ലവറിങ് പ്ലാന്റ്സിൽ. പക്ഷെ ചില ബാക്കിയുള്ള റിമൈനിങ് സ്പീഷീസിൽ ഈ ജനറേറ്റീവ് സെല്ലില്ലേ, അതായത് ചെറിയ സെല്ല്, സ്മോൾ സെല്ല്, ഈ ജനറേറ്റീവ് സെല്ല് വീണ്ടും മൈറ്റോസിസ് നടത്തിയിട്ട് 2 മെയിൽ ഗമീറ്റ്സ് ആയിട്ട് മാറും. അതായത് നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിനിൽ 2 സെൽസ് ഉണ്ട്, വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. കൂടുതൽ സ്പീഷീസിൽ ഈ 2 സെൽഡ് സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻ റിലീസ് ആവുന്നത്. എന്നാൽ ചില സെൽസിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ജനറേറ്റീവ് സെല്ല് വീണ്ടും മൈറ്റോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമീറ്റ്സ് ആയിട്ട് മാറും. എന്നിട്ട് 3 സെൽഡ് സ്റ്റേജിലാണ് ഷെഡ് ചെയ്യുന്നത് ചില സ്പീഷീസിൽ. ഇനി പോളൻ ഗ്രെയിൻസിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. കാരണം എന്താണ്? അവിടെ ഒരു വെജിറ്റേറ്റീവ് സെല്ലുണ്ട്. ആ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് ഒരുപാട് ഫുഡ് റിസർവ് ഉണ്ട് ഈ മെയിൽ ഗമീറ്റ്സിന് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല കൺട്രീസിലും
ഈ പോളൻ ഗ്രെയിൻസ് ഈ ന്യൂട്രീഷന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പോളൻ ഗ്രെയിൻസിനെ. ഇനി ഇതിൻ്റെ ഒരു ഇതാണ് നമുക്ക് ഹ്യൂമൻസിനുള്ള ഒരു ബെനിഫിറ്റാണ് ഇങ്ങനെ പോളൻ ഗ്രെയിൻസിനെ ന്യൂട്രീഷന് വേണ്ടിയിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പല റെയർ സ്പീഷീസിലെയൊക്കെ ഏതെങ്കിലും വംശനാശം സംഭവിക്കാൻ പോകുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ പോളൻ ഗ്രെയിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസിന് ചില പ്രോബ്ലംസും ഉണ്ട്. അതായത് ഇത് വളരെ ചെറുതല്ല, ഇവരുടെ ഡയമീറ്റർ എത്രയാണ്, 25 to 50 മൈക്രോമീറ്ററിൻ്റെ ഇടയ്ക്കേ ഉള്ളൂ ഇവരുടെ ഡയമീറ്റർ. അതായത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കൊക്കെ ഇത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കയറിപ്പോയാൽ എന്താണ്, അലർജീസ് ഉണ്ടാവും. സിവിയർ അലർജീസും അതുപോലെ എന്തൊക്കെയാണ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആസ്മ, ബ്രോങ്കൈറ്റിസ് അങ്ങനെയുള്ള റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനൊക്കെ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ പോളൻ അലർജി കാരണമാക്കുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, ഇങ്ങനെ അലർജി കോസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു ചെടിയാണ് പാർത്തേനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്. ഇത് നമ്മൾ ഇവിടോട്ട് ഇമ്പോർട്ട് ചെയ്ത വീറ്റ്, അതായത് ഗോതമ്പ്, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത ഗോതമ്പിൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് വന്നതാണ് ഈ പാർത്തേനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന ചെടി. അതിൻ്റെ പോളൻ ഗ്രെയിൻ ഇതുപോലെ സിവിയർ ആയിട്ടുള്ള അലർജിയും റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ കോസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗമേറ്റ് ആണ്. അപ്പോൾ ഇതിനൊരു വയബിലിറ്റി ഉണ്ടാകും. അതായത് ഇത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ ഇത് നമുക്കിതിനെ ആക്റ്റീവായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അതായത് എത്ര നാൾ ആണിത് ജീവനോടിരിക്കുന്നത്, ആ സമയത്ത് മാത്രമേ ഇതിനെ നമുക്ക് ഫെർട്ടിലൈസേഷന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എല്ലാത്തിനും ഒരു എക്സ്പിരി ഡേറ്റ് ഇല്ലേ, അതുപോലെ പോളൻ ഗ്രെയിൻസിനും ഒരു എക്സ്പിരി ഡേറ്റ് ഉണ്ട്. എന്നെന്നും അവരെ നമുക്കങ്ങ് നന്നായിട്ടിരിക്കില്ല. ഇപ്പോൾ സ്പോറോപോളനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് മറ്റ് പുറമേയുള്ള എൻവയോൺമെൻറ്റൽ ഇതിൽ നിന്ന് അതിന് നശിച്ചു പോകില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. അപ്പോൾ അതിനെയാണ് വയബിലിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ കാലാവധി. അത് കൂടുതലായിട്ടും എന്താണ്, ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിയെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പോളൻ ഗ്രെയിനിൻ്റെ വയബിലിറ്റി. ഇനി നമ്മുടെ റൈസ്, വീറ്റ്, അതായത് നമ്മുടെ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ പോളൻ ഗ്രെയിൻ റിലീസായി 30 മിനിറ്റിനുള്ളിൽ അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടും. അതായത് പോളൻ ഗ്രെയിൻ റിലീസായി 30 മിനിറ്റിനുള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. അതായത് ഈ പോളൻ ഗ്രെയിൻ ചെന്ന് ഫീമെയിൽ പാർട്ടിൽ ചെന്ന് ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ടിലെത്തി ഫെർട്ടിലൈസേഷൻ നടക്കണം. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടും. പക്ഷെ വേറെ കുറച്ച് ചെടികളുണ്ട്, റോസേസിയെ, ലെഗ്യുമിനോസെ, സൊളനേസിയെ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ മാസങ്ങളോളം വയബിലിറ്റി നിലനിൽക്കും. അതായത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ആ ഒരു പോളൻ ഗ്രെയിൻ വെച്ചിട്ട് ഫെർട്ടിലൈസേഷനിലൂടെ പുതിയ ഓസ്പ്രിങ്ങിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ, വയബിലിറ്റി എന്ന് പറഞ്ഞാൽ വയബിലിറ്റി ഉണ്ടെങ്കിൽ വയബിലിറ്റി ഉള്ള ഒരു പോളൻ ഗ്രെയിൻ കൊണ്ട് മാത്രമേ നമുക്ക് യൂസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസിനെ വയബിളായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലിക്വിഡ് നൈട്രജൻ. അതായത് -196 ഡിഗ്രി സെൽഷ്യസിൽ പോളൻ ഗ്രെയിൻസിനെ ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളെയാണ് പോളൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയൊക്കെ പോളൻ ഗ്രെയിൻസിനെ നമുക്കിതുപോലെ പോളൻ ബാങ്ക്സിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അവിടെ എന്താ ചെയ്യുന്നത്, ലിക്വിഡ് നൈട്രജനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് -196 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാത്തത് കൊണ്ട് വീണ്ടും ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഈ പോളൻ ഗ്രെയിൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള സൈറ്റ്സ് ആണ് ഫ്ലവേഴ്സിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത്.
എന്നിട്ട് സീഡ്സും ഫ്രൂട്ട്സും ഉണ്ടാവുന്നു. ഇനി ഒരു ഫ്ലവറിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഈ ഇതളായിട്ട് കാണപ്പെടുന്നതാണ് പെറ്റൽസ്. അതിൻ്റെ ഗ്രൂപ്പിനെയാണ് കൊറോള എന്ന് വിളിക്കുന്നത്. ഇനി സെപ്പൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ താഴെയുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. അതിൻ്റെ ഗ്രൂപ്പിന് കാലിക്സ് എന്ന് വിളിക്കും. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റേമൻ. സ്റ്റേമന് 2 പാർട്സ് ഉണ്ട്. ഫിലമെൻറ്റ്, അതായത് നീണ്ടിട്ടുള്ള സ്റ്റോക്കാണ് ഫിലമെൻറ്റ്. ഇനി ആന്തർ എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റിൻ്റെ എൻഡിൽ കാണപ്പെടുന്ന ബൈലോബ്ഡ് സ്ട്രക്ചറാണ്. ആന്തറിലാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നത്. ഇനി എന്താണ് പോളൻ ഗ്രെയിൻ? പോളൻ ഗ്രെയിൻ ആണ് ഫ്ലവറിലെ മെയിൽ ഗമറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിന് 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ഹാർഡ് ലെയറാണ് എക്സൈൻ. ഇത് സ്പോറോ പോളനും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നർ ലെയറാണ് ഇൻഡെയിൽ. ഇത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ എന്ന് പറയുന്ന 2 മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പോളൻ ഗ്രെയിൻ്റെ ആ സെല്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 സെൽസാണുള്ളത്. വെജിറ്റേറ്റീവ് സെല്ലുണ്ട്, അതാണ് വലിയ സെല്ല്, അതിനൊരു ഇറഗുലർ ന്യൂക്ലിയസ് ആയിരിക്കും. ഇനി ജനറേറ്റീവ് സെല്ലുണ്ട്, അതാണ് സ്മോൾ സെല്ല്. ഈ ജനറേറ്റീവ് സെല്ലിൽ നിന്ന് 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇനി മൈക്രോസ്പോറോജെനസിസ്, അതായത് പോളൻ ഗ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത് ആന്തറിനുള്ളിലാണ് നടക്കുന്നത്. ഇതിനകത്ത് ഡിപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസ് വഴി 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ് ഉണ്ടാവുന്നു. അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള 4 മൈക്രോസ്പോർസ് ഉണ്ടാവുന്നു. അതിനെയാണ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ഇനി ടെട്രാഡ് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് മാറും. ഈ ഓരോ മൈക്രോസ്പോറും ഓരോ പോളൻ ഗ്രെയിനായിട്ട് മാറും. പോളൻ ഗ്രെയിനെയാണ് മെയിൽ ഗമീറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ടെട്രാഡ് 4 എണ്ണം ഉണ്ട്, അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 4 മൈക്രോസ്പോറായിട്ട് മാറും. ഈ മൈക്രോസ്പോറാണ് പോളൻ ഗ്രെയിനായിട്ട് മാറുന്നത്. ഇനി ഇത് തന്നെയാണ് ഇവിടെ പറയുന്ന ആൻഡ്രീഷ്യമാണ് മെയിൽ പാർട്ട് ഓഫ് ഫ്ലവർ, പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗമീറ്റോഫൈറ്റ്. ഇനി ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് MCQs ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയറായ എക്സൈൻ, ഔട്ടർ വോളിലെ എക്സൈൻ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെല്ലുലോസ്, സ്പോറോപോളനിൻ, ക്യൂട്ടിൻ, പെക്റ്റിൻ. നമുക്കറിയാം സ്പോറോപോളന്. പോളൻ ഗ്രെയിന് 2 ലെയർ ഉണ്ട്, 2 വോൾസ് ഉണ്ട്. അകത്തെ വാളാണ് ഇൻഡെയിൽ, പുറമേയുള്ള വോളാണ് എക്സൈൻ. എക്സൈൻ സ്പോറോപോളനിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് ഭാഗത്ത് സ്പോറോപോളനിൻ ഇല്ല. ഈ പാർട്ടാണ് ജേം പോർ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻഡെയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ ഈസ്. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ ബൈലോബ്ഡ് ആണ്, 2 ലോബ്സ് ഉണ്ട്. ഇനി ഓരോ ലോബിലും 2 തീക്ക വീതം ഉണ്ട്, അതുകൊണ്ട് ഡൈത്തീക്കസ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്, ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ്. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ ഈസ് ബൈലോബ്ഡ് ആൻഡ് ഡൈത്തീക്കസ്. തേർഡ് ക്വസ്റ്റ്യൻ, മൈക്രോസ്പോറോജെനസിസ് റെഫേഴ്സ് ടു. മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ, ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം മൈക്രോസ്പോർസ്, ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം പോളൻ മദർ സെൽസ് ത്രൂ മിയോസിസ്, ഫോർമേഷൻ ഓഫ് പോളൻ ട്യൂബ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, മെഗാസ്പോർ അല്ല ഇവിടെ ഉണ്ടാകുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം മൈക്രോസ്പോർസ്, മൈക്രോസ്പോറിൽ നിന്നും പോളൻ ഗ്രെയിൻ ഉണ്ടാവുന്നതാണ്. ആണോ? അല്ല. അടുത്തത് ഫോർത്ത് ഓപ്ഷൻ നോക്കിയേ, ഫോർമേഷൻ ഓഫ് പോളൻ ട്യൂബ്, അതുമല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, അതായത് പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസിലൂടെ മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം പോളൻ മദർ സെൽസ് ത്രൂ മിയോസിസ്, അതാണ് മൈക്രോസ്പോറോജെനസിസ്. Next question. During microsporogenesis, meiosis in a pollen mother cell produces what? അതായത് മൈക്രോസ്പോറോജെനസിസിൻ്റെ സമയത്ത്
പോളൻ മദർ സെല്ലിൽ മിയോസിസ് നടക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം പോളൻ മദർ സെൽ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ്. ഇതിലെന്താണ് നടക്കുന്നത്? മിയോസിസ്. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടാകുന്നത്? ഇവിടെ മൈക്രോസ്പോർ ഉണ്ടാകുമ്പോൾ ഈ മൈക്രോസ്പോർ ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ ആയിരിക്കും ഉണ്ടാകുന്നത്. മൈക്രോസ്പോർ ടെട്രാഡ് ആണ് ഉണ്ടാകുന്നത്, അതായത് 4 മൈക്രോസ്പോർ ആണ് ഉണ്ടാകുന്നത്. ഇത് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോർസ്. മൈക്രോസ്പോറോജനസിസിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പോളൻ മദർ സെല്ല് മിയോസിസ് നടത്തിയിട്ട് ഒരു മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവുന്നു, അതായത് 4 മൈക്രോസ്പോർസ്. ഇത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ലെയർ ഓഫ് ആന്തർ പ്രൊവൈഡ്സ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് മൈക്രോസ്പോർ? ഡെവലപ്പിംഗ് മൈക്രോസ്പോറിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ആന്തറിൻ്റെ ലെയർ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ആന്തറിന് 4 ലെയർ ഉണ്ട്. എപ്പിഡെർമിസ്, എപ്പിഡെർമിസ് ആണ് ഏറ്റവും ഔട്ടർ ലെയർ. പിന്നെ എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, അതിൻ്റെ ഏറ്റവും ഇന്നർ ലെയറാണ് ടപ്പീറ്റം. ഇതിലേത് ലെയറാണ് ഡെവലപ്പിംഗ് മൈക്രോസ്പോർസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്? അത് ഏത് ലെയറാണ്? ഏറ്റവും ഇന്നർ ലെയറായിട്ടുള്ള ടപ്പീറ്റമാണ് ഡെവലപ്പിംഗ് മൈക്രോസ്പോർസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ബാക്കി 3 ലെയർ എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? മൈക്രോസ്പോറാഞ്ചിയത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ആന്തറിൻ്റെ ഡെഹിസൻസിനെ ഹെൽപ്പ് ചെയ്യുക, അതായത് പൊട്ടിത്തെറിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എൻഡോത്തീസിയം ഇൻ ആന്തർ ഹെൽപ്സ് ഇൻ. ആന്തറിലുള്ള എൻഡോത്തീസിയം, അതായത് രണ്ടാമത്തെ ലെയറാണ് എൻഡോത്തീസിയം. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ന്യൂട്രീഷൻ, ഡെഹിസൻസ് ഓഫ് ആന്തർ, പോളൻ ഫോർമേഷൻ, ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ആന്തർ, അതാണ് ഫസ്റ്റ് 3 ലെയേഴ്സ്. ഔട്ടർ 3 ലെയേഴ്സിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ആന്തർ ആണ്. ഇന്നർ ലെയറായ ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷനാണ് ന്യൂട്രീഷൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻഡൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. കറക്റ്റാണ്. കാരണം പോളൻ ഗ്രെയിൻ്റെ ഇന്നർ ലെയറാണ് ഇൻഡൈൻ. അത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജേംബോർസ് ആർ റീജിയൻസ് വെയർ എക്സൈൻ ഈസ് ആബ്സെൻറ്റ്. അതായത് ജേംബോർസ് എന്ന് പറയുന്നത് എക്സൈൻ ഇല്ലാത്ത സ്ഥലമാണ് ജേംബോർസ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് അല്ലേ? കാരണം ഇതൊരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ ഇന്നർ ലെയർ ഇൻഡൈൻ, ഔട്ടർ ലെയർ ആണ് എക്സൈൻ. എക്സൈൻ സ്പോറോപോളനിൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്പോറോപോളനിൻ അല്ലെങ്കിൽ എക്സൈൻ ഇല്ലാത്ത പോർഷനെയാണ് നമ്മൾ ജേംബോർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മിഡിൽ ലെയേഴ്സ് ഡീജനറേറ്റ് ബിഫോർ ആന്തർ ഡെഹിസൻസ്. അതായത് ആന്തർ ഡെഹിസൻസിന് മുമ്പ് തന്നെ മിഡിൽ ലെയേഴ്സ് നശിച്ചു പോകുന്നു. ആന്തർ ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പൊട്ടിത്തെറിക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ മിഡിൽ ലെയേഴ്സ് ഡീജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് കറക്റ്റാണ്. കാരണം അവിടെ ഡീഹൈഡ്രേഷൻ നടന്ന് ഈ ലെയേഴ്സൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടാണ് ലാസ്റ്റ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ടപ്പീറ്റം റിമെയിൻസ് ഫങ്ഷണൽ അണ്ടിൽ പോളൻ ഗ്രെയിൻസ് മെച്യൂർ. പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആവുന്നത് വരെ ടപ്പീറ്റം ഫങ്ഷണലായിട്ട് നിലനിൽക്കും. ഇതും കറക്റ്റാണ്. കാരണം പോളൻ ഗ്രെയിൻസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് ടപ്പീറ്റമാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആവുന്നവരെ അതിന് നറിഷ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ടപ്പീറ്റം അതുവരെ ഫങ്ഷണലായിട്ട് ഇരുന്നേ പറ്റൂ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം 1ൽ എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, ടപ്പീറ്റം, മൈക്രോസ്പൊറാഞ്ചിയം. കോളം 2ൽ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ, ഫൈബ്രസ് തിക്കനിങ്സ്, ന്യൂട്രിറ്റീവ് ലെയർ, പോളൻ സാക്ക്. ഇത്രയാണുള്ളത്. ഇനി ഇതിനെ നമ്മൾ മാച്ച് ചെയ്യണം. ഫസ്റ്റ് തന്നെ എപ്പിഡെർമിസ് എന്താണ്?
എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ലെയറാണ്. ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയറാണ് എപ്പിഡെർമിസ്. അപ്പോൾ തന്നെ എ പി ആണ് വന്നിട്ടുള്ളത്. എ പി ആയിട്ട് ഇവിടെ ഒറ്റ ഓപ്ഷനേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും റൈറ്റ് ആൻസർ. എങ്കിലും ബാക്കിയും കൂടെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. എൻഡോത്തീസിയം. എൻഡോത്തീസിയം എന്താണ്? അത് കഴിഞ്ഞിട്ടുള്ള ലെയറാണ്. ഫൈബ്രസ് തിക്കനിങ്സ് എന്ന് കൊടുക്കാം. കാരണം എപ്പിഡെർമിസ് കഴിഞ്ഞിട്ടുള്ള ലെയറാണ് എൻഡോത്തീസിയം. അടുത്ത ടപ്പീറ്റ് എന്താണ്? ന്യൂട്രിറ്റീവ് ലെയറാണ്. പോളൻ ഗ്രെയിൻസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ടപ്പീറ്റ് ആണ്. ഇനി മൈക്രോസ്പൊറാഞ്ചിയം എന്താണ്? പോളൻ സാക്ക്. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ മറ്റൊരു പേരാണ് പോളൻ സാക്ക്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താണ്? ഇന്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. പോളൻ ഗ്രെയിൻ്റെ ഇന്നർ ലെയറായ ഇന്റൈന് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അസേർഷൻ കറക്റ്റ് ആണ്. ഇനി റീസൺ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇന്റൈൻ ഈസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ എക്സൈൻ. ഇന്റൈൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ്റെ ഇന്നർ ലെയറാണ്. എക്സൈൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയറാണ്. പക്ഷെ റീസൺ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇന്റൈൻ എക്സൈൻ്റെയും പുറത്താണുള്ളതെന്ന്. അതായത് റീസൺ തെറ്റാണ്. ഇന്റൈൻ ആണ് ഇന്നർ ലെയർ, എക്സൈൻ ആണ് ഔട്ടർ ലെയർ. അതുകൊണ്ട് ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യും? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. റീസൺ ഫോൾസ് ആണ്, അസേർഷൻ കറക്റ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.